السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى أما بعد. ഇന്നത്തെ നമ്മുടെ ഹദീസിന്റെ വിഷയം ഐക്യത്തിലുള്ള അള്ളാഹുവിന്റെ സഹായത്തെ കുറിച്ചാണ്. ഹദീസ് വായിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ. ഒരിക്കൽ ഒറ്റ സംഖ്യയിൽ കേമനായ 9 തന്നെക്കാൾ ചെറിയവനായ 8 കണ്ടപ്പോൾ ഒന്ന് ചൊറിയാൻ തോന്നി. അങ്ങനെ 9 8 ഉപദ്രവിച്ചിട്ട് 8 പറഞ്ഞു, നീ എന്നേക്കാൾ ചെറിയവനാടോ, അതുകൊണ്ട് ഞാൻ എന്നെ തല്ലും ഉപദ്രവിക്കും എന്തും ചെയ്യും. ഇത് കേട്ടിട്ട് 8 സമാധാനം ഉണ്ടായില്ല. ഈ സമാധാനക്കേട് മാറ്റാൻ വേണ്ടി 8 7 ഉപദ്രവിച്ചു. ഇങ്ങനെ വലിയന്മാരൊക്കെ ചെറിയന്മാരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. 6 5 അങ്ങനെ അവസാനം 1 എത്തിയപ്പോൾ അവിടെ ആരാ? ഒരു വിലയുമില്ലാത്ത 0 എന്ന സംഖ്യ. പക്ഷെ അവൾ 1 എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? 1 ആ 0 തന്നോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ 1 0 കൂടി ചേർന്ന് ശക്തമായ 10 അക്കമായി മാറി. മക്കളെ, ഇതുപോലെയാണ് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും. ചെറിയവനെന്നോ വലിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ട എന്നപ്പോഴെല്ലാം അത് പ്രതീക്ഷകൾക്കുപരി ശക്തി പ്രാപിച്ചിട്ടേ ഉള്ളൂ. ഒത്തുപിടിച്ചാൽ മലയും പോലും എന്ന് പറയുന്നത് വെറുതെ അല്ല. അത് തന്നെയാണ് നമ്മുടെ ബാബും ഫീലുസൂമിൽ ജമാ. അപ്പൊ പാർത്ത് വായിക്കാട്ടോ. ربي يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح ربي زدني علما. عن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم يد الله مع الجماعة. يد الله അള്ളാഹുവിന്റെ കരം മഅൽ ജമാഅത്തി സംഘത്തോടൊപ്പമാവുന്നു. അതായത് എവിടെയും കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെ ഉണ്ട്, ജമാഅത്ത് ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ അള്ളാഹിന്റെ കൈ ഇങ്ങനെ വരുന്നതാണ് അബ്ദുള്ള. അങ്ങനെ നല്ലടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹക്കീക്കി അർത്ഥമല്ല, മറിച്ച് നിങ്ങളൊക്കെ ദുറൂസിൽ ബലാൽ പഠിച്ച മജാസി മുർസല സബബിയാണ്. ഐ നസ്റുഹു, അവന്റെ സഹായം. ഇനി ഖുർആനിലെ മറ്റോ യദുല്ലാഹിന് അള്ളാഹിന്റെ സഹായമുണ്ടോ തെളിവുണ്ടോ നോക്കുമ്പോൾ സൂറ ഫത്ഹിൽ കാണാം യദുല്ലാഹി ഫൗക അയ്ദിഹിം. ഇവിടെയും ഉദ്ദേശിക്കുന്നത് അള്ളാഹിന്റെ സഹായം തന്നെയാണ്. മൂന്നാമതായിട്ട് അറബിയിൽ പൊതുവായിട്ട് ഇതിന് സഹായം ഇസ്തിആമാനം നോക്കുമ്പോൾ മുതനബ്ബിയുടെ പ്രസിദ്ധമായ കവിതയിൽ ഇങ്ങനെ കാണാം, ലഹു അയാദിൻ അലയ്യ സാബിഅ വഅദ്ദു മിൻഹാ വലാ ഉഅദ്ദിദുഹാ. ഇവിടെയും അയാദിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സഹായമാണ്. വ്യക്തമായല്ലോ. ഇനി അൽ ജമാഅ, ലോകത്തിലെ എല്ലാ ജമാഅത്തും അള്ളാഹു സഹായമുണ്ടോ? ഇനി ഉള്ളത് ആർക്കൊക്കെയാണ്? അത് ഏതിലൊക്കെയാണ്? അതിനു മുമ്പ് ഈ ഹദീസിന്റെ ശറഹിൽ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ ഇജ്തിമാഉ ഖുവ്വത്തുൻ വറഹ്മ, ഒരുമിച്ച് കൂടൽ അത് ബലവും കാരുണ്യമാകുന്നു. അൽ ഫിർഖത്തു ഇതാബുൻ, ഭിന്നിപ്പ് അത് വിപത്താകുന്നു. അതുപോലെ ആയത്തും കാണാം, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ ഏകോപിതമാവുക. ഇവിടെ ഹബ്ലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജമാഅത്താണ്. ഇമാം റാജി നോക്കുമ്പോൾ മക്കളെ വലാ തഫറഖു, നിങ്ങൾ ചിന്ന ഭിന്നമാകരുത്. ഇദാ തഫറഖ്തും യാ തുല്ലാബ്, ഇതുപോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ഇതോ വല ഖവിയാണോ ഇതോ ലഈഫാണോ വഖ്തർ മാ അൻതൽ മുഖ്താർ. ഹാലിദാ ഇവിടുത്തെ അലിഫ്ലാമി ഏതാ? അതെ, ഇവിടെ അലിഫ്ലാമി മഅഹദി ദിഹിനി ആയതുകൊണ്ട് തന്നെ ലോകത്തിലെല്ലാ ജമാഅത്തും അല്ലാഹു സഹായമില്ല. പിന്നെ ഉള്ളത് ആർക്കൊക്കെയാണ്? ഇമാം ബൈഹഖി പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ ഹക്കായ കാര്യത്തിൽ ഏകോപിച്ചാൽ മാത്രമേ അവിടെ അല്ലാഹു സഹായമുള്ളൂ. അത് 3 ആളും ശരി. ഇനി ശർറു ബാത്തിലായ കാര്യത്തിൽ 1000 10,000 ഏകോപിച്ചാൽ അവിടെ അല്ലാഹു സഹായമില്ല എന്ന് മാത്രമല്ല, പിന്നെ അല്ലാഹു ശിക്ഷയും കോപമുണ്ടോ എന്നുള്ള ഖുർആനിൽ പറയുന്നത്. ആമനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇപ്പൊ ജമാഅത്ത് 2 ഭാഗം, ഒന്ന് ജമാഅത്ത് ഖൈർ, ജമാഅത്ത് ഷർ. ഓരോന്നിനും ഓരോ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ലീവല്ല, റമദാൻ ലീവ്. ആ ലീവിന് വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും പ്ലാൻഡ് അല്ല. എന്ത് യാത്രാവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് 12 മണിക്ക് ഉമ്മാനുപ്പാനും സമ്മാനും കൂടാനും ചങ്ങായിമാരൊക്കെ കൂട്ടി ടർഫ് പോയി കളിച്ച് കൂത്താടി രാത്രി 2 മണിക്ക് മൂക്കറ്റ മന്തി മാൻസ് കടിച്ച് ചുറ്റിക്കറങ്ങി വെളുപ്പിന് 4 മണിക്ക് കയറി വന്ന് തഹജ്ജുദ് പോയിട്ട് സുബഹായ ഫർദ് പോലും നിസ്കരിക്കാതെ പോത്തുപോലെ കിടന്ന ഒരു ടീമുണ്ട്. ഇത് നല്ല കേട്ടോ. ഹൈറാ ജമാഅത്തല്ല. പിന്നെ ആരാണ് ഹൈറാ ജമാഅത്ത് ഉസ്താദ്? ലോകത്ത് ഹൈറാ ജമാഅത്ത് ധാരാളം ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾ നിർബന്ധമായും ഐക്യത്തോടെ നിൽക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതേ ഫലസ്തീൻ. ലോകത്ത് ഇത്രയധികം മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ആ ഫലസ്തീനോട് എന്ത് ചെയ്യാൻ സാധിച്ചു? അവർ ദിനേന വംശഹത്യക്കിരയായിക്കൊണ്ടിരിക്കുക. ഈ പിഞ്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വാരിയെല്ലുകൾ പുറത്തു കാണുന്ന രീതിയിൽ
എല്ലുകൾ ഒട്ടി വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുക. അവർ ചോദിക്കുന്നത് അലങ്കാര വസ്തുക്കളോ കളിക്കോപ്പുകളൊന്നുമല്ല, ഒരു കഷ്ണം റൊട്ടിയാണ്. ഒന്ന് വിശപ്പകറ്റാൻ ഒരു കഷ്ണം റൊട്ടി. അവർ ചോദിക്കുന്നത് ഐക്യത്തോടെയുള്ള നമ്മുടെ സഹായമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാം ബോയ്ക്കോട്ട് കുറെ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ശ്രദ്ധിച്ചവർക്ക് പോലും ഇപ്പോൾ വീഴ്ചയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ഒരു ഉൽപ്പന്നവും കൈകൊണ്ട് തൊടില്ല നമുക്ക് ഐക്യത്തെ പ്രഖ്യാപിച്ചുകൂടാ. അല്ലാതെ മുസ്തഖിത്തോൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഹദീസ് വായിച്ചു, ഒരു ചെറിയ കഥ പറഞ്ഞു, അതിന് ഹഖീഖി മജാസി മഅന പറഞ്ഞു, പിന്നെ ഖുർആനിലെ ദലീലും അറബിയിൽ ഇസ്തിമാലും പറഞ്ഞു. പിന്നെ അൽ ജമാഅത്ത് നോക്കുമ്പോ ജമാഅത്ത് അലിഫ് ലാമിനെ കുറിച്ച് പറഞ്ഞു, അത് ഹദീസ് ഇങ്ങനെയാണ്. പിന്നെ ജമാഅത്ത് 2 ഭാഗമാക്കി, ഒന്ന് ഖൈർ ഒന്ന് ഷർറ്. അപ്പൊ നാളെ വരുമ്പോ എല്ലാവരും ഇന്നമാ യഅകുലു الذئب القاسിയ, ഏത് ഇന്നമാ യഅകുലു الذئب القاسിയ എന്ന ഹദീസ് അതിന്റെ ഷർഹോട് കൂടി പഠിച്ച് മനസ്സിലാക്കി നോട്ട്ബുക്കിൽ എഴുതി വരണം. ആർക്കെല്ലാം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ വിഭാഗത്തിന്റെ ഹദീസ് ക്ലാസ് അവതരണ മത്സരത്തിൽ